എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഈ മണ്ണിനം ഉത്തരേന്ത്യൻ സമതലങ്ങളിലും നദീതാഴ്വാരങ്ങളിലും കാണപ്പെടുന്നു. ഉപദ്വീപീയ ഇന്ത്യയിൽ എക്കൽ മണ്ണ് കാണപ്പെടുന്നത് ഡെൽറ്റകളിലാണ്. വളരെ ഫലപുഷ്ടമാണ് എക്കൽ മണ്ണ്. ഹ്യൂമസ്, ലൈം, ഓർഗാനിക് മാറ്റർ എന്നിവയാൽ സമ്പുഷ്ടമാണിത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലവും നർമ്മദ, താപ്തി സമതലങ്ങളും ഉദാഹരണം. നദികളിലെയും മറ്റ് ജലപ്രവാഹങ്ങളിലെയും മണ്ണിൻ്റെ അടിഞ്ഞുകൂടലിൻ്റെ ഫലമായിട്ടാണ് ഇത് രൂപം കൊള്ളുന്നത്. രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വരും തോറും മണലിൻ്റെ അംശം കുറഞ്ഞു വരുന്നു. പഴയ എക്കൽ ഹാദർ എന്നും പുതിയ എക്കൽ ഫംഗർ എന്നും അറിയപ്പെടുന്നു. പൊട്ടാഷ് ധാരാളം അടങ്ങിയിട്ടുള്ള മണ്ണാണ് എക്കൽ. ഫോസ്ഫറസിൻ്റെ സാന്നിധ്യം കുറവാണ്. ഗോതമ്പ്, നെല്ല്, മെയ്സ്, കരിമ്പ്, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമാണ് എക്കൽ മണ്ണ്. ചെമ്മണ്ണ് അഥവാ റെഡ് സോയിൽ. മഴ കുറവുള്ള പ്രദേശങ്ങളിലാണ് ചെമ്മണ്ണ് പൊതുവെ കാണപ്പെടുന്നത്. ഫെറിക് ഓക്സൈഡ് അഥവാ അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് ചുവപ്പ് നിറത്തിന് കാരണം. ഗോതമ്പ്, പരുത്തി, പയറുവർഗ്ഗങ്ങൾ, പുകയില, ഉരുളക്കിഴങ്ങ്, എണ്ണക്കുരുക്കൾ എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമാണ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, കർണാടകം, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗം പ്രദേശത്തും കാണപ്പെടുന്നു. കരിമണ്ണ്, ബ്ലാക്ക് സോയിൽ അഥവാ റിഗർ സോയിൽ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് കരിമണ്ണാണ്. ഡെക്കാൻ പ്രദേശത്ത് ഏറ്റവും കൂടുതലുള്ള മണ്ണിനം. കുതിരുമ്പോൾ വികസിക്കുകയും പശപശപ്പ് ഉള്ളതായി മാറുകയും ചെയ്യുന്നു. ഉണങ്ങുമ്പോൾ സങ്കോചിക്കുന്നു. ഉണങ്ങുമ്പോൾ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നതിനാൽ സ്വയം ഉഴുതുന്ന സ്വഭാവം ഉണ്ട്. ഇരുമ്പ്, ലൈം, കാൽസ്യം, പൊട്ടാസ്യം എന്നിവയാൽ സമ്പുഷ്ടം. നൈട്രജൻ, ഫോസ്ഫറസ്, ഓർഗാനിക് മാറ്റർ എന്നിവ കുറവാണ്. കടും കറുപ്പ് മുതൽ ഇളം കറുപ്പ് വരെയുള്ള വകഭേദങ്ങളെ കാണപ്പെടുന്നു. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിലെ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഗോതമ്പ്, കരിമ്പ്, നിലക്കടല എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമാണ് കരിമണ്ണ്. വെർട്ടിസോൾ എന്നറിയപ്പെടുന്നത് കരിമണ്ണാണ്. പശ്ചിമരാശി മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ. ലാറ്റർ എന്ന വാക്കിനർത്ഥം ഇഷ്ടിക എന്നാണ്. കുതിർന്ന മൃദുത്വവും ഉണങ്ങിയാൽ വളരെ ദൃഢതയും കൈവരിക്കുന്ന സ്വഭാവമുള്ള മണ്ണ്. ഉയർന്ന താപനിലയും മഴയുമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഇരുമ്പ്, അലുമിനിയം എന്നിവയിൽ സമ്പുഷ്ടം. നൈട്രജൻ, പൊട്ടാഷ്, ലൈം എന്നിവ കുറവ്. അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലം ചുവപ്പ് നിറം. കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലും ഒഡീഷ, അസം എന്നിവയുടെ മലപ്രദേശങ്ങളിലും സാധാരണയായി കാണപ്പെടുന്ന മണ്ണിനമാണിത്. കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ വളം ചേർക്കേണ്ടി വരും. തേയില, കാപ്പി, സിങ്കോണ, റബ്ബർ, തെങ്ങ്, കശുമാവ് എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമാണ് പശ്ചിമരാശി മണ്ണ്. ഡെസർട്ട് സോയിൽ. വരണ്ട കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. കാറ്റിൻ്റെ പ്രവർത്തനം മൂലം നിക്ഷേപിക്കപ്പെടുന്നു. നൈട്രജൻ്റെ സാന്നിധ്യം കുറഞ്ഞ അളവിൽ. ഫോസ്ഫറസ് സാധാരണ അളവിലുണ്ട്. രാജസ്ഥാനി സുലഭം. ചതുപ്പ് മണ്ണ്. കൂടുതൽ മഴയും ഉയർന്ന ആർദ്രതയും ഉള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. സസ്യവളർച്ച വളരെ കുറവ്. ഓർഗാനിക് മാറ്റർ ഉയർന്ന അളവിൽ ഉള്ളതിനാൽ ആൽക്കലി സ്വഭാവം. ഫോറസ്റ്റ് സോയിൽ. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഹ്യൂമസിൻ്റെ അളവ് കുറവ്, അതിനാൽ അമ്ല സ്വഭാവം. മൗണ്ടൻ സോയിൽ. മലപ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഹ്യൂമസ് കുറവ്, അമ്ല സ്വഭാവം. തേയിലക്കൃഷിക്ക് അനുയോജ്യമാണ് മൗണ്ടൻ സോയിൽ.